കുറിച്ച് ഒരു അഭിപ്രായം പറയുമ്പോൾ എല്ലാം ഒന്നിനൊന്നിന് മെച്ചമായിരുന്നു. വളരെ മനോഹരമായി തന്നെയാണ് എല്ലാവരും സംസാരിച്ചിട്ടുള്ളത്. ഈ എല്ലാവരും പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഒരു ശില്പിയുടെ കഥയാണ്. ഒരു ശില്പി ഉണ്ടായിരുന്നു. ഏത് സാധനം കിട്ടിയാലും നല്ലൊരു ശില്പം അതിൻ്റെ അകത്തുണ്ടാകും. കല്ല് കിട്ടിയാലും വേര് കിട്ടിയാലും കുറച്ച് മണ്ണ് കിട്ടിയാലും എന്ത് കിട്ടിയാലും നല്ല ശില്പം രൂപപ്പെടുത്തുന്ന ഒരു ശില്പി. ആ ശില്പിയോട് ഒരിക്കൽ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾക്കിത് സാധ്യമാകുന്നത്? എന്ത് കിട്ടിയാലും ചിലർ വേരുകൊണ്ട്, മരത്തിൻ്റെ വേരുകൊണ്ട് ഉണ്ടാക്കും, ചിലർ കല്ലുകൊണ്ടുണ്ടാക്കും. അതൊരു പ്രത്യേക കലയാണ്. മൂപ്പരെ സംബന്ധിച്ചിടത്തോളം എന്ത് കിട്ടിയാലും അതുകൊണ്ടൊക്കെ മനോഹരമായ ശില്പം നിർമ്മിക്കും. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എല്ലാ വസ്തുക്കൾക്കുള്ളിലും ഒരു ശില്പമുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കൊത്തിക്കളയുന്നു. അങ്ങനെ അത് മനോഹരമായൊരു ശില്പമായി മാറി. ഇവിടെ പ്രസംഗിച്ചവരൊക്കെ എല്ലാം നല്ല നിലയിൽ പ്രസംഗിച്ച ആളുകളാണ്. ചിരലിൽ നിന്ന് ചിലതൊക്കെ അടത്തി മാറ്റിയും ഒന്ന് തേച്ച് മിനുക്കുകയും ഒക്കെ ചെയ്താൽ ആരെയും ആകർഷിപ്പിക്കുന്ന, ഹൃദയം കവരുന്ന, സരളമായ ശൈലിയിൽ സുന്ദരമായ വാക്കുകളിൽ പ്രസംഗിക്കാൻ കഴിയുന്ന വളരെ മനോഹരമായ ശബ്ദമുള്ള, ശൈലിയുള്ള, ഇമ്പമുള്ള ആളുകളാണ് ഇവിടെ പ്രസംഗിച്ചത് എന്നത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. പിന്നെ എത്ര പ്രസംഗിച്ചാലും ഞാൻ പലപ്പോഴും ഈ യൂട്യൂബിൽ ബ്രൈറ്റ് അക്കാദമിയുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ മൂസാജി ഇല്ലാത്തൊരു സംഭവമില്ല. എപ്പോഴും മൂസാജിനെ കാണാം. അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും നമ്മളൊരിക്കലും ഈ പ്രസംഗരംഗത്ത് പരിപൂർണ്ണമാകുന്നില്ല, തൃപ്തിയാവുന്നില്ല. നമുക്ക് എന്തായാലും പക്ഷേ ഞാൻ കുറവാ എന്നുള്ളൊരു തോന്നൽ നമ്മെ സംബന്ധിച്ച് ആരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. ഞാൻ ഈ ഫീൽഡിൽ, അഥവാ ഞാനൊരു ഉസ്താദായി 10 വർഷത്തോളം ഈ മൈക്കിന് മുമ്പിൽ നിന്ന് സംസാരിക്കാം. പക്ഷേ പലപ്പോഴും വെള്ളിയാഴ്ച രാവിലെ ചായ കൂടി ശരിയാവാറില്ല. കാരണം ജുമയ്ക്ക് പ്രസംഗിക്കണം. അരമണിക്കൂർ പ്രസംഗമുള്ളൂ. പക്ഷേ ഏതൊരു പ്രസംഗകനെ സംബന്ധിച്ചിടത്തോളവും ഉള്ളിലൊരു ആദി ഏത് പരിപാടിക്ക് പോകുമ്പോഴും ഉണ്ട്. അതുള്ളത് ആ പ്രസംഗം നന്നാവാൻ കാരണമാണ്. കാരണം ഓവർ കോൺഫിഡൻസ് ജീവിതത്തെ തകർക്കും, ഏത് കാര്യത്തെയും തകർക്കുന്ന പോലെ പ്രസംഗത്തെയും തകർക്കും. സുകുമാർ അഴീക്കോടിൻ്റെ ഒരു പ്രസംഗം ഒരിക്കൽ കേട്ടപ്പോൾ അദ്ദേഹത്തിനകത്ത് പറഞ്ഞത്, ഞാൻ വല്ല തമാശ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പം ഞാൻ ഉണ്ടാക്കിയ തമാശയാണെന്ന്. അല്ല, ഈ തമാശ പോലും നേരത്തെ ഞാൻ പ്ലാൻ ചെയ്ത് അതെവിടെയാണ് പ്രയോഗിക്കേണ്ടത് എന്ന കൃത്യമായ ബോധത്തോടു കൂടിയാണ് ഞാൻ സ്റ്റേജിനെ അഭിമുഖീകരിക്കുന്നത് എന്ന് അദ്ദേഹം ഒരിക്കലും പറഞ്ഞു. അപ്പോൾ എല്ലാ പ്രഭാഷകന്മാർക്കും മുമ്പിലും ഒരു ഒരുക്കമുണ്ട്. ആ ഒരുക്കം നമുക്ക് മുമ്പിലുണ്ടാകണം. പരിപൂർണത എന്നത് ആർക്കുമില്ല. പരിപൂർണത എന്നത് ദൈവത്തിൻ്റെ മാത്രം ഒരു വിശേഷണമാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ ഈ വിഷയത്തെക്കുറിച്ച് നിരന്തരമായ പരിശീലനവും ശ്രമവും ഒക്കെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ഞാൻ ഈ ബ്രൈറ്റ് അക്കാദമിയുമായി ബന്ധപ്പെട്ടത് ഒരു പ്രാവശ്യമാണ് ഞാനിവിടെ വന്നേക്കുന്നത്. ഞാൻ വന്നത് പഠിക്കുക എന്നൊരു ഉദ്ദേശത്തിലല്ല, ഇതേപോലെ ഒരു സ്ഥാപനം നടത്തുക എന്നൊരു ഉദ്ദേശത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി വന്ന ഒരാളാണ് ഞാൻ. ഇത് ബ്രൈറ്റ് അക്കാദമി മാത്രമല്ല, കേരളത്തിൽ കാസർഗോഡ് മുതൽ ഇങ്ങോട്ടുള്ള പല സ്ഥാപനങ്ങൾ ഞാൻ സന്ദർശിച്ചു. ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് നമ്പർ സംഘടിപ്പിച്ച് പലയിടത്തേക്ക് വിളിക്കാൻ അന്വേഷിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ 23 വർഷക്കാലമായി ഇതേപോലെ നിൽക്കുന്നൊരു സ്ഥാപനം ഈ ബ്രൈറ്റ് അക്കാദമി അല്ലാതെ മറ്റൊന്നുമില്ല എന്ന് വളരെ ഉറപ്പിച്ചെനിക്ക് പറയാൻ കഴിയും. വളരെ ഭാവനയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. കാരണം ഞാൻ വിളിക്കുകയും അന്വേഷിക്കുകയും നിരന്തര യാത്രകളൊക്കെ നടത്തുകയും ചെയ്തതിൻ്റെ പേരില്ല. ഇപ്പോൾ നിലവിൽ ഞാനിങ്ങനെ സ്ഥാപനം നടത്തുന്നുണ്ട്. പ്രസംഗ പരിശീലനമൊന്നും വിപുലമായിട്ടില്ലെങ്കിലും ഒരുപാട് കോഴ്സുകളുള്ള ഓൺലൈൻ കോഴ്സുകൾ നടത്തുന്ന, സ്കൂൾ ട്യൂഷൻ, അതേപോലെ തന്നെ മദ്രസ ട്യൂഷൻ, സ്ത്രീകളുടെ തയ്യൽ ഉൾപ്പെടെ ഒരുപാട് കോഴ്സുകൾ നടത്തുന്ന 10-30ഓളം കോഴ്സുകൾ നടത്തുന്ന ഒരു സ്ഥാപനം ഈ അടുത്ത് ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ 1 വർഷത്തോളം ആവുന്നതേ ഉള്ളൂ. അപ്പോൾ നിരന്തരമായി എന്നോട് എൻ്റെ കൂട്ടുകാരൊക്കെ ചോദിക്കാറുണ്ട്, എനിക്ക് പള്ളിയിൽ 20,000 രൂപ ശമ്പളമുണ്ട്. നിലവിൽ ഇപ്പോൾ ഉസ്താദുമാരുടെ ശമ്പളമൊക്കെ എല്ലാവർക്കും 20,000 രൂപ ശമ്പളമുണ്ട്. ഞാൻ തന്നെ ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന 20ഓളം കുട്ടികളുണ്ട്. UK-ലും പല സ്ഥലങ്ങളിലായിട്ട് ഞാൻ തന്നെ ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന. രാത്രി മിക്കപ്പോഴും എൻ്റെ ഉറക്കം ഒരു 1 മണി 1:15 ആകുമ്പോഴാണ് ഉറക്കം. 4 മണിക്ക് എഴുന്നേൽക്കും, പള്ളിയിൽ പോകണം. അത് ജോലിയുടെ ഭാഗമായതുകൊണ്ട് രാവിലെ പള്ളിയിൽ പോകണം. അതുകൊണ്ട് 4 മണിക്ക് വളരെ പരിമിതമായ സമയം മാത്രം. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, നിനക്ക് അത്യാവശ്യം ശമ്പളം കിട്ടുന്നുണ്ട്, നിനക്ക് ഇതൊക്കെ നടന്നാൽ പോരെ, എന്തിനാ ഇനിയൊരു സ്ഥാപനം ഇതിൻ്റെ അപ്പുറത്ത്? ഈ സമയത്തൊക്കെ നമുക്ക് പരിശ്രമിക്കാനും ശ്രമിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് കഴിയുന്ന നിലയിൽ ഈ ഓൺലൈൻ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞാൽ വളരെ ആത്മസംതൃപ്തി ലഭിക്കുന്ന ഒരു കാര്യമാണ്. ഉറക്കം ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും പല രാജ്യത്തുള്ള കുട്ടികൾ, പലരുടെ തമാശകൾ, പലരുടെ രീതികൾ, ഇതൊക്കെ നമുക്ക് അറിയാനും അനുഭവിക്കാനും ഒക്കെ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഇവിടെ വരുമ്പോൾ സത്യത്തിൽ ചിരി മറന്നു പോകുന്ന പല സന്ദർഭങ്ങളും എനിക്കുണ്ട്. ടെൻഷനില്ലാത്തൊരു മനുഷ്യൻ ലോകത്തുണ്ടാവില്ല. ഞാൻ ഒത്തിരി ആലോചിച്ചിട്ടുണ്ട്, ടെൻഷനില്ലാത്തൊരു തൊഴിലെന്താണ്? ഒരിക്കലും അങ്ങനെ ഒരു തൊഴിൽ കണ്ടെത്താൻ സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏത് മേഖലകളിൽ നിൽക്കുന്നവർക്കും അതാത് മേഖലകളിലെ ടെൻഷനുണ്ട്. ഒരു പ്രസംഗകരെ സംബന്ധിച്ചിടത്തോളം
പ്രസംഗത്തെ രംഗത്ത് അദ്ദേഹത്തിന് അതിൻ്റേതായ ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ പല സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ ടെൻഷൻ അനുഭവിക്കുക എന്നതും പ്രത്യേകമായിട്ടുള്ളൊരു സുഖമാണ്. അപ്പോൾ ഈ ടെൻഷനൊക്കെ മാറി നമ്മളിങ്ങനെ കൂടിയിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വീട്ടിൽ ഇരുന്നപ്പോൾ പ്രസംഗം പഠിച്ചാൽ ആവില്ലേ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ആവുമായിരിക്കാം. പക്ഷേ ഇവിടെ വന്ന് ചില തമാശകൾ നമ്മൾ എത്ര ചിന്തിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ ചിലരൊക്കെ തമാശകളൊക്കെ ഇപ്പോൾ ഇവിടെ അദ്ദേഹം പറഞ്ഞു പോയത് എനിക്ക് പേര് മാറ്റുന്ന ഫൈസൽ എന്നുള്ള പേരുണ്ടായാൽ അതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന തമാശകളല്ലേ. നമ്മൾ ഹൃദയം തുറന്ന് ചിരിക്കാനും യാത്ര ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഇന്ന് രാവിലെ വിചാരിച്ചു ഇപ്പോൾ ഇന്ന് ഒത്തിരി പണികളുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ 10 കോഴ്സ് തുടങ്ങിയതേ ഉള്ളൂ. എല്ലാത്തിനും അധ്യാപകരെ വെച്ചിട്ട് ഒരു അഡ്മിഷൻ കിട്ടി കഴിയുമ്പോൾ അധ്യാപകർക്ക് എപ്പോൾ മൊഡ്യൂൾ കൊടുക്കാൻ പറയും. എല്ലാ കോഴ്സുകൾക്കും മൊഡ്യൂൾ നമ്മൾ തന്നെ തയ്യാറാക്കണം. ഈ തയ്യലിന് മൊഡ്യൂൾ തയ്യാറാക്കാൻ നമുക്കറിയില്ല. അപ്പോൾ തയ്യൽ ടീച്ചറുമായി ബന്ധപ്പെട്ട് ഇത് തയ്യാറാക്കണം. ഓരോ കോഴ്സുകൾക്കും മൊഡ്യൂൾ തയ്യാറാക്കി കൃത്യമായ അധ്യാപകരെ വെച്ച് അഡ്മിഷൻ വരുമ്പോൾ സമയാസമയങ്ങളിൽ ഇത് എത്തിച്ചു കൊടുത്താൽ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ നിരന്തരമായ എഴുത്തും വായനയും ഉറക്കമില്ലായ്മയും ഒക്കെ ജീവിതത്തിൽ ഓരോ പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്നലെ രാത്രിയും കിടന്നു 1 മണിക്കാണ്. 4 മണിക്ക് എഴുന്നേറ്റിട്ടാണ് ഞാൻ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അവിടെ നിന്ന് ട്രെയിൻ കയറി രാവിലെ അങ്ങോട്ട് വരുന്നത്. വീട്ടിൽ 4 മണിക്ക് പോകുന്നതാണ് ഞാൻ. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചു ഇന്ന് ഭയങ്കര ക്ഷീണം, എന്താ ചെയ്യേണ്ട ഫൈസൽ സാറിനോട് എന്തെങ്കിലും പറഞ്ഞാൽ. പിന്നെ വിചാരിച്ചു യാത്രയിൽ കിട്ടുന്ന ഒരു മാനസിക സുഖവും ആത്മവിശ്വാസവും ഇവിടെ വന്നിരിക്കുമ്പോൾ കിട്ടുന്ന പുതിയ അറിവാണ്. നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ പ്രസംഗ പരിശീലനവുമായി ബന്ധപ്പെട്ട എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ സ്ഥാപനത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്നതും സ്വന്തം വ്യക്തി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിൽ നിന്ന് വായിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഇതേപോലുള്ള പ്രസംഗ പരിശീലന ക്ലാസ്സുകളിലും സംഭവങ്ങളിലും പങ്കെടുക്കുമ്പോൾ നാം അറിയാതെ തന്നെ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു ചെടി വളരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ കൂടെ നടക്കുന്ന കൂട്ടുകാരനോ അല്ലെങ്കിൽ നമ്മളൊരു പക്ഷേ ഇപ്പം നമ്മൾ നിത്യമായ ഒരു ചെടിയെ ഇപ്പോൾ ആനനെ ചുമന്നൊരു സംഭവം ഫൈസൽ സാർ ഇവിടെ പറഞ്ഞു. ആ ആനയെ ഒരു ദിവസം രാവിലെ എടുത്തു അല്ലെങ്കിൽ ചുമന്നു. അത് കുറച്ചാൾ കഴിയുമ്പോൾ 5 വർഷം കഴിഞ്ഞാൽ ചുമക്കണമെങ്കിൽ ചിലപ്പോൾ പൊക്കാൻ പറ്റിയിരിക്കില്ല. ഇതേപോലെ ഒരു ചെടിയുടെ വളർച്ച അങ്ങനെയാണ്. നിത്യമായ ഒരു ചെടിയെ നമ്മളിങ്ങനെ പോയി നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്കത് വളരുന്ന ഒരിക്കലും മനസ്സിലാവില്ല. എന്നാൽ നമ്മൾ നിത്യമായി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒരാൾ ഒരു 5 വർഷം കഴിഞ്ഞാൽ ആ ചെടിയെ ഒന്ന് നോക്കിയാലോ അതിൻ്റെ വളർച്ച വലുതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഓരോ കാര്യത്തിൽ പ്രസംഗ പരിശീലനത്തിൽ നിന്നുള്ള ഓരോ കാര്യത്തിൽ നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമ്മൾ സ്വയം വളരുകയാണ്, ഒരുപാട് അറിവുകൾ കിട്ടുകയാണ്. ഇനി ഒരിക്കലും ഇപ്പോൾ ഈ പ്രസംഗ പരിശീലനത്തിൽ ഇവിടെ പങ്കെടുത്ത ആൾക്കാർ ഒരിക്കലും ഇനി താഴത്തേക്ക് പോവില്ല. ഇനി ബെറ്ററായി ഉയർന്നു വരുള്ളൂ. കാരണം വളരെ ബെറ്ററായി. ഇപ്പോൾ ഇപ്പോൾ ഗിരീഷിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിചാരിക്കുന്നു വളരെ ഒരു ആത്മവിശ്വാസം ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. ഇനി സ്വന്തമായി എന്ത് പറയാൻ പറ്റുന്നുള്ള ഒരു ആത്മവിശ്വാസം ഒറ്റ ക്ലാസ് കൊണ്ട് അത് നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചു എങ്കിൽ, നിരന്തരമായി ഈ പരിശീലനം ജീവിതത്തിലുണ്ട് എങ്കിൽ ഉറപ്പായും വളരെ സുന്ദരമായി പ്രസംഗിക്കാൻ സാധിക്കും. നമ്മൾ ഈ തോട്ടിലും അതേപോലെ തന്നെ ഈ പുഴയിലൊക്കെ കിടക്കുന്ന കല്ലുകൾ നമ്മൾ കാണാറുണ്ട്. നമ്മൾ വിചാരിക്കും ഇത്ര മനോഹരമായ കല്ല് എങ്ങനെയാണ് ഈ രൂപത്തിലേക്ക് ഇത്ര മിനുസമായി പരുവപ്പെട്ടത് എങ്ങനെയാണ് എന്ന് നമ്മൾ ഒരു പക്ഷേ ചിന്തിക്കും. അതും ഒരു കാലത്ത് കൂർത്തിരുന്ന തൊട്ടാൽ മുറിയുന്ന കല്ലുകൾ മാത്രമായിരുന്നു. നിരന്തരം ഒഴുക്കിലൂടെ പല സ്ഥലത്തും തട്ടിയും മുട്ടിയും അതിൻ്റെ അരികും മൂലയും ഒക്കെ പോയി ത്യാഗം സഹിച്ച് താഴെ എത്തിയപ്പോൾ ആരെയും ആകർഷിക്കുന്ന സുന്ദരമായ ഒരു കല്ലായി മാറിയെങ്കിൽ, നിരന്തരമായ ജീവിതത്തിൻ്റെ പ്രയാണത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ വീഴ്ചയും ആ പ്രയാസവും കഷ്ടപ്പാടുകളും സങ്കടങ്ങളും ദുഃഖങ്ങളും ആദികളും വ്യാധികളും വ്യസനങ്ങളും ഒക്കെ നാം അനുഭവിക്കുമ്പോൾ അത് സുന്ദരമായ ഒരു അനുഭവം പിൽക്കാല ജീവിതത്തിൽ നമുക്ക് സമ്മാനിക്കും. തീർച്ചയാണ് അതിന് ബ്രൈറ്റ് അക്കാദമി ഒരു പ്രചോദനമാവട്ടെ. അതിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. പിന്നെ ഉദ്ഘാടനം വേണ്ടല്ലേ പറയാനുള്ളതൊക്കെ പറഞ്ഞു.